അന്യ സ്ത്രീകളെ വെച്ചുകൊണ്ട് സിനിമ പോലെ അഭിനയിച്ച് ഇസ്ലാം പ്രബോധനം ചെയ്യുവാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ? പ്രവാചകൻ അങ്ങനെ കാണിച്ചു തരാത്ത സാഹചര്യത്തിൽ അത് ഇസ്ലാമിക വിരുദ്ധമല്ലേ? ആണെങ്കിൽ ഇത്തരം സംഘടനകൾക്ക് കേരളത്തിലെയോ ഇന്ത്യയിലെയോ സെക്സ് ടൂറിസത്തെ എതിർക്കാൻ അവകാശമുണ്ടോ? ഇതിൽ ഒരു ചോദ്യം, മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഉപയോഗിച്ച് ഇസ്ലാമിക പ്രബോധനമോ അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ, ഇസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണമോ ചെയ്യാമോ? അത് ചെയ്തതായി പ്രവാചക ചരിത്രത്തിൽ തന്നെ തെളിവും ഉദാഹരണവുമുണ്ട്. ഒന്നാം അഖബ ഉടമ്പടിയിൽ പ്രവാചകന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി യസ്രിബിൽ നിന്നെത്തിയ 12 പേരുമായി സംസാരിച്ചത് അബ്ബാസ് അബ്ദുൽ മുത്തലിബ് എന്ന അതുവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത, അതുവരെ മുശ്രിക്കായിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകന് വേണ്ടി സംസാരിച്ചത്. പ്രവാചകന് വേണ്ടി സംരക്ഷണം നൽകുക മാത്രമല്ല, പ്രവാചകന് കഅബ തവാഫ് ചെയ്യുവാൻ അവസരമൊരുക്കി കൊടുത്ത മുത്തനബിന് അലി എന്ന മുശ്രിക്കായ മനുഷ്യനായിരുന്നു. പ്രവാചകൻ നയിച്ച യുദ്ധത്തിൽ ജൂത ക്രൈസ്തവ സഹോദരങ്ങൾ ഇസ്ലാമിന് വേണ്ടി പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഇസ്ലാമിന്റെ ആശയങ്ങളുടെ പ്രചാരണത്തിലോ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രബോധനപരമായ കാര്യങ്ങൾ ഉപയോഗിക്കാമെന്ന ചോദ്യത്തിൽ ഉപയോഗിക്കാം. പിന്നെ സിനിമ എന്ന കാര്യം, ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളെയായിരുന്നു ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്നത്, ഇസ്ലാമിക പ്രബോധകന്മാർ ഉപയോഗിച്ചു. പിന്നെ പ്രവാചകൻ നടത്തിയോ? പ്രവാചകൻ പത്രം നടത്തിയോ? പ്രവാചകൻ വാരിക പ്രസിദ്ധിച്ചോ? പ്രവാചകൻ സ്നേഹസംവാദം നടത്തിയോ? പ്രവാചകൻ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചു? അപ്പോൾ നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് യുക്തിയോടെയും സതുപദേശത്തോടും കൂടി ക്ഷണിക്കുക. ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളെയാണ്, വിശേഷം അനിസ്ലാമിക സമൂഹം അനിസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെയാണ് ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഇന്ന് തീർച്ചയായും സിനിമയും അതുപോലെ തന്നെ ടെലിഫിലിമുകളുമൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പരമാവധി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ലോകതലത്തിൽ ഉപയോഗിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനവും തീർച്ചയായും ആ മേഖലയിൽ മുന്നോട്ട് വരുന്നു. ഹലോ, ഇവിടെ ആരുമില്ലേ? എവിടെയായിരുന്നു? ഒരു ബീറല്ലേ? ഒരു ബീറും ഒരു സ്മോളും. ഞങ്ങള് ബിജുമാഷ പറഞ്ഞിട്ട് വന്ന്. ആ അയ്യോ, മനസ്സിലായില്ല. എനിക്ക് എന്താ കുടിക്കാൻ? ഓ, ജ്യൂസോ കോളയോ അതൊക്കെ ഇവിടെ കിട്ടും. ഒന്നും വേണ്ട. ഒരു ബീർ ഒരു സ്മോൾ. എന്താണ് നിങ്ങളുടെ സിനിമ? മൂന്നാമതും ഉമ്മ എന്നാണ് സിനിമയുടെ പേര്. റൊമാൻസ് ആണല്ലേ? അല്ല, ഉമ്മ മാതാവ്. അതായത് ഒരിക്കലൊരു അനുചരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ജനങ്ങളിൽ ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി വർത്തിക്കേണ്ടത്? അപ്പോൾ അവിടുന്ന് അരുളി ഉമ്മ. പിന്നെയോ ഉമ്മ. മൂന്നാമതും അയാൾ ചോദിച്ചു. അപ്പോഴും പ്രവാചകന്റെ മറുപടി ഉമ്മ എന്നായിരുന്നു. മൂന്നും കഴിഞ്ഞ് നാലാമത് ചോദിച്ചപ്പോഴാണ് പ്രവാചകൻ ഉപ്പ എന്ന് പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ സിനിമയുടെ സന്ദേശം. സന്ദേശം കൊള്ളാം. പക്ഷെ ഈ പേരൊക്കെ ഒന്ന് മാറ്റി പിടിച്ച നന്നായിരിക്കും തോന്നുന്നു. ആ, അങ്ങനെയോ ആലോചിക്കാവുന്നതാണ്. അല്ല, ഇതിനൊരു ബഡ്ജറ്റ് ഇപ്പം എന്താ? ബഡ്ജറ്റ് അതിപ്പോ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കാതെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റാ? എന്നാലും നോർമൽ സിനിമക്ക് വരുന്ന ചിലവ് പറഞ്ഞുകൂടെ? ബൈ, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാണ്ട് ബഡ്ജറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ സ്ക്രിപ്റ്റ് തൂക്കി നോക്കി ബഡ്ജറ്റ് പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇസ്ലാമും മുസ്ലിങ്ങളും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് ഇവിടെ ഏറെ പ്രസക്തിയുണ്ട്. ഓ, വളരെ പ്രസക്തിയുണ്ട്, അത് മനസ്സിലായി. നമുക്ക് നോക്കാം.